ഇപ്പോൾ ഇത് 56ാമത്തെ സിനിമയാണ് അവർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇനിയെങ്കിലും അവർക്ക് അവരുടെ സ്റ്റാർഡമൊക്കെ ഷ്രെഡ് ചെയ്ത് അവർക്ക് കുറച്ചുകൂടെ ക്യാരക്ടേഴ്സായിട്ടൊക്കെ അഭിനയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തൂടെ? ഇവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെല്ലാം ഒരു ജസ്റ്റിഫിക്കേഷനും ഒരു റീസണിങ്ങും എല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് കാണുന്നവർക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഫീച്ചർ ഫിലിമാണ് ചെയ്യുന്നത്, സെൻസർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാവും ആളുകൾക്ക് എന്ന് ചോദിച്ച ആളുകളുണ്ട്. അപ്പം അത് മനസ്സിലാക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പടത്തിനകത്ത്. കാരണം അതല്ല പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്, അത് വേറെ പ്രശ്നങ്ങളാണ്. അതെനിക്ക് മനസ്സിലായി പിന്നീട്. ടെംപ്ലേറ്റ് പടം ചെയ്യുന്ന ഡയറക്ടർക്ക് ചിലപ്പം ഇത്രയും ബഡ്ജറ്റ് കിട്ടാൻ എളുപ്പമായിരിക്കും, എനിക്ക് എളുപ്പമല്ല. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കിട്ടാൻ. കുറേയൊക്കെ മനസ്സിലാകായ്മയുണ്ട്. ഇത് അത് കുറച്ചുകൂടെ എനിക്കൊരു രണ്ടാമത്തെ വ്യൂവിങ്ങിലേക്ക് കിട്ടും. റീയൂണിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ 2020 പോലെ തന്നെ റീയൂണിയൻ വേണം എന്നുള്ളത് നമ്മൾ അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടെംപ്ലേറ്റ് അല്ലേ. ലോജിക് ഇല്ലാത്തൊരു സിനിമ പോലെ നമുക്ക് എല്ലാവരും തല്ലി അടിച്ച് തീർത്തു എന്ന് പറയുന്ന പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ സ്പാർക്കാണ് വന്നു. അത് ആൾക്കാർക്ക് തെറ്റായ ധാരണ ഉണ്ടാക്കുന്നത് നമുക്ക് എന്ത് ചെയ്യും? എനിക്ക് ലാൽ സാറുമായിട്ട് സംസാരിച്ചു രാവിലെ. അപ്പോൾ ഞാൻ അമേരിക്ക വെച്ച് പടം കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ലാൽ സാർ ഇതിനകത്തെ ഓരോ ഡിസിഡൻറ്റിൻ്റെയും കാര്യം എന്നോട് പറയും. ജമാൽ ഖഷോഗിയുടെ സ്റ്റോറി എന്നോട് പറയുന്നുണ്ട്, അലക്സി നവാൽനിയുടെ സ്റ്റോറി അദ്ദേഹം എന്നോട് പറയുന്നുണ്ട്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. അദ്ദേഹം ഇതൊക്കെ വായിക്കുന്നുണ്ട്. ഇപ്പോൾ നായകരെ പോലെ ഒരാൾ വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാകുമായിരുന്നു എന്നൊക്കെ ചോദ്യം ആളുകൾക്ക് വരുന്നുണ്ട്. മറ്റൊരാളായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്രയ്ക്കും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യില്ലായിരിക്കും. അറിയിപ്പ് എൻ്റെ ട്രെയിലറും പീറ്ററിൻ്റെ ട്രെയിലറും വെച്ചിട്ട് രണ്ടും ഒരാളാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഹായ്, റിപ്പോർട്ടർ ഫിലിംസിനൊപ്പം മഹേഷ് നാരായണനാണ് ചേരുന്നത്. സ്വാഗതം. നമസ്കാരം. അപ്പോൾ നമ്മൾ പേട്രിയറ്റിനെ പറ്റിയിട്ട് ആദ്യം എനിക്ക് ചോദിക്കുന്ന ഒന്നൊരു കാര്യം, ഇപ്പോൾ ഇതിനകത്ത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ 3 പേരുടെ ലൈഫായിട്ട് കണക്റ്റഡ് ചെയ്തിട്ട് വരുവാണല്ലോ. അപ്പം അതിലെനിക്ക് തോന്നിയത് കുഞ്ചാക്കോവൻ്റെ ക്യാരക്ടർ മാത്രമാണ് എനിക്കൊരു റിഡംഷന് വേണ്ടിയിട്ടാണ് മമ്മൂട്ടിയായിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. പക്ഷേ 3 പേരുടെ അല്ല ആക്ച്വലി, ഒരുപാട് പേര് എല്ലാവരുടെ ക്യാരക്ടേഴ്സ് അങ്ങനെ വരുന്നു. ഇപ്പോൾ പ്രധാനമായിട്ട് വരുന്നതിൽ അപ്പം അതിനകത്ത് വെച്ച് ഞാൻ നോക്കുമ്പം ഇപ്പം നമ്മൾ സിനിമ കണ്ടതിന് ശേഷമാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ റഹീം നായിക്കിൻ്റെ ക്യാരക്ടറിനും എൻഡിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു റിഡംഷൻ ഉണ്ടല്ലോ, നാഷൻ്റെ ഹീറോ ആവണമെന്ന്, അതിലേക്ക് വഴി തുറക്കുന്നത് ഡാനിയലാണ്. പിന്നെ ഈവൻ ഫഹദിൻ്റെ ക്യാരക്ടറിന് പോലും ആളുടെ ഉള്ളിൽ അടക്കി പിടിച്ചിരുന്ന അച്ഛനോടുള്ള ഒരു കോൺവെർസേഷൻ അവിടെയും അതും നടക്കുന്നത് ഡാനിയലിലൂടെയാണ്. അപ്പം ഈ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു റിഡംഷനിലേക്കുള്ള പോയിന്റ് ആയിട്ട് തന്നെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ ആർക്ക് എഴുതുമ്പോഴേ അങ്ങനെ കൺസീവ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഡാനിയലിനെ? ബേസിക്കലി എല്ലാത്തിനും ഒരു കോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോസിലേക്ക് എല്ലാവരെയും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോസിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് വരുമ്പം അവരവരുടെ പർപ്പസുകൾ എങ്ങനെയാണ് ആ ആർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു സാധനം നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡാനിയലിലൂടെ തന്നെയാണ് അത് മുമ്പോട്ട് പോയിരിക്കുന്നത്. കാരണം ഇത് അൾട്ടിമേറ്റ്ലി ഇത് ഡാനിയലിലൂടെ ട്രാവൽ ചെയ്യുന്നൊരു കഥയാണ്. ആ കഥയ്ക്കകത്തേക്ക് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ് ബാക്കി എല്ലാവരും. ആ പ്ലോട്ട് പോയിന്റ്സിനകത്തെല്ലാം ഓരോ പ്ലോട്ട് പോയിന്റിനകത്തും ഇവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെല്ലാം ഒരു ജസ്റ്റിഫിക്കേഷനും ഒരു റീസണിങ്ങും എല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് കാണുന്നവർക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഇപ്പോൾ ഈ സിനിമേനെ പറ്റിയിട്ട് വരുന്ന ഒരുപാട് കമൻറ്റുകളിൽ ഞാൻ 2 സൈഡിൽ നിന്നുള്ള വായനകൾ വന്നത് വളരെ ബ്രേവ് ആയിട്ടുള്ള മൂവി എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം പല കാരണങ്ങൾ കൊണ്ട്, ഒന്ന് ഇത്രയും വലിയ സ്റ്റാർസിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അവരെ ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെ നിർത്തി എന്നുള്ളതൊരു വളരെ ബ്രേവ് ഡിസിഷനാണ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്തുള്ള എടുത്തിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ സർവൈലൻസ്, അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ് ആവുന്ന പൊസിഷൻസ്. ഇപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സീനിൽ പറയുന്ന ആ ഒരു കഥാപാത്രം കുറച്ച് സമയം അതിനകത്ത് ഒരുവിധം പേർക്കൊക്കെ അത് ഭീമ കൊറേഗാവായിട്ട് കണക്ട് ആവും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇതിനകത്ത് സമാജ് സേവ പറയുന്ന സമയത്ത് നമുക്കൊരു പോയിന്റിൽ പെഗാസസും അങ്ങനെ ലൈക്ക് ഡിഫറെൻറ്റ് വിഷയങ്ങൾ അതിനകത്ത് വന്നു. അപ്പോൾ ബ്രേവ് ആയിട്ട് അറ്റംപ്റ്റ് നടത്തി എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മുടെ ഇന്നത്തെ ഒരു സെനാരിയോയിൽ. പക്ഷേ അതേ സെയിം സമയത്ത് തന്നെ ഞാൻ ചില പൊളിറ്റിക്കൽ വായനകൾ സിനിമയെ പറ്റി വന്നതിൽ വായിച്ചത് അതൊരു ബ്രേവ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആയില്ല. കാരണം ഒരു സിസ്റ്റം നടത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് പറയുന്നത് ഇപ്പോൾ JP സുന്ദരം അദ്ദേഹത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത് ഒരു വ്യക്തി കാരണമാണ് എന്നുള്ള വായന എന്ന് പറഞ്ഞു. ബ്രേവ് നോട്ട് ബ്രേവ് ഇനഫ്. എങ്ങനെ മഹേഷ് നാരായണൻ അതിനെ കാണുന്നത്? ഞാനൊരു ഫീച്ചർ ഫിലിമാണ് ചെയ്യുന്നത്, സെൻസർഷിപ്പ് ഉണ്ട്. അപ്പോൾ പെരിസ്കോപ്പ് എന്താണെന്നുള്ളത്, എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും പത്രം വായിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ആളുകൾക്ക് കുറേയൊക്കെ മനസ്സിലാകായ്മയുണ്ട്. അത് കുറച്ചുകൂടെ എനിക്കൂടെ രണ്ടാമത്തെ വ്യൂവിങ്ങിലേക്ക് കിട്ടുള്ളൂ.
ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ പറയുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ കാരണങ്ങൾ രണ്ടാമത്തേലേക്ക് കിട്ടത്തുള്ളൂ. ഞാൻ പേഴ്സണലി കണ്ടത് ഇത് മമ്മൂക്ക ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇത് നടന്നതല്ല, നടക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ നടക്കാൻ പാകത്തുമായിട്ടുള്ളൊരു കഥയാണ് എന്നുള്ളതാണ്. അപ്പം ആ ഒരു ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് എഴുതി തുടങ്ങിയ സമയത്തൊട്ട് ഇതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്ന സമയം വരെ ഉള്ള പോർഷൻസിൽ ഇതിന് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പേര്, ആ പേരിൻ്റെ പേരിൽ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കും ഒരു മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവാം. അപ്പം അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺസിക്വൻസ് ചിലപ്പോൾ നമുക്ക് ഇപ്പോഴല്ലായിരിക്കും മനസ്സിലാവുന്നത്, അത് പിന്നീടായിരിക്കും മനസ്സിലാവുന്നത്. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ട്രാപ്പല്ല ബേസിക്കലി അതൊരു നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഡാറ്റാസ് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അവെയർ അല്ല. നമ്മൾ അത്രയും കുറിച്ച്, കാരണം ഇൻ്റർനെറ്റ് ഇത്രയും ചീപ്പറായിട്ട് കിട്ടുന്ന രാജ്യം വേറെ ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നോൺ ബ്രേവ് ആയിട്ട് പറയുന്ന ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ചിലത് നമ്മൾ അങ്ങനെ ഡയറക്റ്റായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഈ സിനിമ ഇറക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് അങ്ങനെയല്ലല്ലോ വേണ്ടത്. നമ്മൾ പറയുന്ന വിഷയങ്ങൾ പറയണം, അത് ചിലർക്ക് വായിച്ചെടുക്കാം. അങ്ങനെയാണ് സിനിമ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് ഇപ്പം പേട്രിയറ്റിന്റെ ഒരു ആദ്യത്തെ കൺസീവ് ചെയ്യുന്ന സമയം തൊട്ടുണ്ടായിരുന്നതാണ് മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ളൊരു സംഭവം. അപ്പം അതിനെ ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ സമയത്തും ഒരു എനിക്ക് ഒരു റെസ്പെക്ട് നിങ്ങളോട് തോന്നിയത്, ടീം അതിനെ പറഞ്ഞത്, ഇത് മമ്മൂട്ടി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മമ്മൂട്ടി മോഹൻലാൽ വരുന്നു, അവർ തമ്മിലൊരു ഒരുപാട് മൊമെന്റ്സ് ഉണ്ടാവുന്നു എന്നുള്ള രീതിക്കുള്ള ഒരു സിനിമയല്ല, ഇത് ആ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് വന്നു എന്നുള്ളതാണ്. പക്ഷേ ആസ് എ ക്രിയേറ്റർ ഇതൊരു സിനിമയുടെ കാര്യമാണ്. മമ്മൂട്ടി മോഹൻലാൽ ഒന്നിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെ ജനങ്ങൾ കാണണമെന്ന് പറയുന്നത്. പക്ഷെ മമ്മൂട്ടിനും മോഹൻലാൽ ഇവിടെയുള്ള ജനങ്ങൾ ഇത്രയും വർഷമായിട്ട് കണ്ടൊരു സംഭവം അവിടെ ഉണ്ട്. അവരുടെ സ്റ്റാർഡത്ത് ഒഴിവാക്കിക്കൊണ്ട് രണ്ടുപേരും ഒന്നിച്ചു വരുമ്പോൾ കാണുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എത്രമാത്രം പെട്ടെന്ന് പറ്റുന്നുള്ളൊരു സംഗതിയാണ് എന്നുള്ളതുകൊണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അതിനെ സംബന്ധിച്ചിട്ടാണല്ലോ ഇപ്പോൾ കൂടുതൽ കമന്റ്സ് വരുന്നത്. അവർ രണ്ടുപേരും വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു സംഗതി. പക്ഷെ അതിനകത്ത് രസം എന്ന് പറഞ്ഞാൽ കണ്ട ഒരുപാട് പ്രേക്ഷകര് പേട്രിയറ്റ് ടീമിനെ മൊത്തം ഡിഫെൻഡ് ചെയ്തിട്ടും സംസാരിക്കുന്നുണ്ട്. ലൈക്ക് അവരതാണ് പറഞ്ഞത്, അവരത് ഡെലിവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഒരു കമന്റ്സ്? എനിക്ക് തോന്നുന്നത് കഥ ഇപ്പം എൻ്റെ ഫിലിമോഗ്രാഫി എടുത്തിട്ട് സിനിമ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നതാണ് ഇയാൾ എന്ത് തരത്തിലുള്ള സിനിമയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പം ആ ഒരു തരത്തിലുള്ളൊരു സിനിമ തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ചുകൂടെ ഇതിനു മുമ്പ് ഇങ്ങനൊരു പടം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ കാണാൻ സാധ്യത ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഇല്ല. അപ്പം അതിനെനിക്ക് അങ്ങനെ ഒരു ഉദാഹരണം പറയാനില്ല, ഇത് ഇന്ന സിനിമ പോലെ ഇരിക്കുന്നുണ്ട്, ഇന്ന സിനിമ പോലെയാണ് എന്നുള്ളത് എനിക്കൊരു എക്സാമ്പിൾ ഇല്ല. അതിനകത്ത് തന്നെ എനിക്ക് ചാലഞ്ചായിട്ട് വന്നത്, ഈ പ്ലോട്ട് ചോർന്നു പോകാതെ ഈ കഥാപാത്രങ്ങൾ കൃത്യമായിട്ട് സിനിമയിൽ എങ്ങനെ അവരെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അത് മാത്രമാണ് ഞാൻ ആലോചിച്ചിരുന്നത്. ഇതിനകത്തിപ്പം ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന ഒരു സംഭവം കേണൽ റഹീമിൻ്റെ ഒരു കൾമിനേഷനാണ്. അത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഞാൻ നറേറ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ലാൽ സാറിനോട് നറേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ നിർമ്മാതാക്കൾ എൻ്റെ കൂടെയുണ്ട്. ആന്റണി ചേട്ടനുണ്ട്, ലാൽ സാറുണ്ട്. അപ്പോൾ ലാൽ സാർ ഇത് കേൾക്കുമ്പോൾ ലാൽ സാർ ആക്ച്വലി നിങ്ങൾ സംസാരിക്കുന്ന പോലും അല്ല കേട്ടോ. ലാൽ സാർ ഇതിനകത്തെ ഓരോ ഡിസിഡൻറ്റിൻ്റെയും കാര്യം എന്നോട് പറയുകയാണ്. ഇപ്പോൾ ജമാൽ ഖഷോഗ്ജിയുടെ സ്റ്റോറി എന്നോട് പറയുന്നുണ്ട്, അലക്സി നവാൽനിയുടെ സ്റ്റോറി അദ്ദേഹം എന്നോട് പറയുന്നുണ്ട്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായി, അദ്ദേഹം ഇതൊക്കെ വായിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പുറത്തെ സൈഡിൽ നോവിച്ചോക്ക് എന്ന് പറഞ്ഞ കെമിക്കൽ കിം ജോങ് ഉണ്ണിൻ്റെ ബ്രദറിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം ഒരു സ്ഥലത്തിൽ ഡിസിഡൻസ് ആണ്. അപ്പോൾ ഈ പല ഡിസിഡൻസിനെയും ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഒരു കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതൊരു ത്രില്ലോടുകൂടിയാണ് കേട്ടിരുന്നിട്ട് റഹീമിനൊക്കെ എത്തിയപ്പോഴേക്കും അദ്ദേഹം അത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് കുറേ കാലമായി, പക്ഷേ ചെയ്യാൻ തോന്നുന്നുണ്ട്, ചെയ്തേക്കാം എന്നുള്ള ഒരു ധൈര്യമാണ് നമുക്ക് തരുന്നത്. അതെനിക്ക് തോന്നുന്നു എൻ്റെ മുൻ പടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കാണുന്ന പ്രേക്ഷകർ ഈ പറഞ്ഞ പോലെ റീയൂണിയൻ പലതരത്തിലാവാം. റീയൂണിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ 2020 പോലെ തന്നെ റീയൂണിയൻ വേണം എന്നുള്ളത് അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടെംപ്ലേറ്റ് അല്ലേ. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള വേറൊരു തരം റീയൂണിയൻ എന്ന് പറയുന്നതിനകത്ത് ഒരുമിച്ച് അഭിനയിക്കുന്നു. ഇപ്പോൾ ഇത് 56ാമത്തെ സിനിമയാണ് അവർ അഭിനയിച്ചേക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇനിയെങ്കിലും അവർക്ക് അവരുടെ
സ്റ്റാർഡമൊക്കെ ഷ്രെഡ് ചെയ്ത് അവർക്ക് കുറച്ചുകൂടെ ക്യാരക്ടേഴ്സായിട്ടൊക്കെ അഭിനയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ ഇതിനകത്ത് ഇപ്പം മോഹൻലാലിൻ്റെ റഹീം നായക് എന്ന് പറയുന്ന ക്യാരക്ടറിനെ അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത് കുറേ പ്രശ്നങ്ങളിലൂടെയൊക്കെ ആണെങ്കിൽ പോലും ഒരു ഇന്നേറ്റ് ആയിട്ടൊരു ചാമുണ്ട്. ആൾ എല്ലാ സിറ്റുവേഷനെയും കാണുന്ന സമയത്തും ചിരിയോടെയാണ്. അത് നമ്മൾ മോഹൻലാലിൽ കാണുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പക്ഷെ ഡാനിയേല് ഇതിനെ കാണുന്നതും ആദ്യത്തെ സീന് തൊട്ട് ആൾക്കൊരു ടെൻഷൻ ഉണ്ട്, ആൾക്കൊരു സീരിയസ്നെസ് ത്രൂ ഔട്ട് ഉണ്ട്. അപ്പം ഇപ്പം നമ്മള് മമ്മൂട്ടിനെ കാണുന്നതിൽ ആ ഒരു സീരിയസ്നെസ് ഉണ്ട് ആളുകൾക്ക് അദ്ദേഹത്തോട് അങ്ങനെ നമുക്കറിയില്ല, നമ്മൾ പ്രേക്ഷകർ എന്നുള്ള രീതിക്ക് രണ്ടുപേരെയും കൺസീവ് ചെയ്യുന്നതിൽ. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും ഓഫ് സ്ക്രീനിലുള്ള ഈ ഓറയുണ്ടല്ലോ, അത് എപ്പോഴെങ്കിലും മഹേഷ് നാരായണൻ ക്യാരക്ടേഴ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്? സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഹറൻ്റ് ആയിട്ട് ഉണ്ടാക്കിയതല്ല, ക്യാരക്ടേഴ്സിൽ ഉണ്ടായിരുന്നതാണ്, ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. ചിലപ്പോൾ അതായിരിക്കും അവരെ ഇഷ്ടപ്പെടുത്തിയത്. ഇപ്പം ഡാനിയലിൻ്റെ നേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് ആപ്ലിക്കേഷൻ സാങ്ഷൻ ചെയ്തൊരു വ്യക്തിയാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച ആ സിറ്റുവേഷൻ പുള്ളിക്ക് നേരത്തെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി എത്രത്തോളം പാരനോയ്ഡ് ആയിരിക്കും, എത്രത്തോളം ഡെലമയിലായിരിക്കും പുള്ളിക്ക്. അങ്ങനെ അപ്പോൾ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് പുള്ളിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആദ്യത്തെ സീനിൽ ഒരുപാട് പേര് ചോദിച്ചു, പുള്ളി ലാപ്ടോപ്പിലേക്ക് നോ കമൻസ് ആണ് പറയുന്നത്. ആ സമയത്ത് ഏത് ജേർണലിസ്റ്റ് ചോദിച്ചാലും നോ കമൻസേ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക്. കാരണം പുള്ളി ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് അത് പൊട്ടിച്ചെറിയുന്നൊരു നിമിഷമുണ്ട് പുള്ളിയുടെ. ആ നിമിഷത്തിലാണ് പുള്ളിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നത്. പല രീതിയിൽ നമുക്ക് നമ്മുടെ വിമത ശബ്ദം അല്ലെങ്കിൽ ഒരു ഡിസിഡൻറ്റിൻ്റെ വോയിസ് പല രീതിയിലുണ്ടാക്കാം. പുള്ളി ചിലർ പുസ്തകമായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് തന്നെ അറിയാം, പല പുസ്തകങ്ങളും പലതും ഞാൻ കോട്ട് ചെയ്യുന്നില്ല, പക്ഷേ മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പം ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്യുന്നത്. ഇദ്ദേഹം ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ എന്താ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം ആ സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ വിമാനത്തിലെ വാഷ്റൂമിൽ നിന്നാണ് പുള്ളി അത് ആദ്യത്തെ ഇത് തന്നെ ഉണ്ടാക്കുന്നത്. കാരണം പുള്ളിക്ക് അതിന് ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഉണ്ടാകുന്നത്. പക്ഷേ ആ റിസൾട്ട് കിട്ടുന്നത് പുള്ളിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഒരു വർഷത്തെ ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. ആ ഒരു വർഷം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു, ഇതെവിടേക്ക് എത്തി, ആൻഡ് ഫൈനലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണ്. കാരണം നമ്മൾ ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലരും പറയുന്ന ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം മൈക്കിൾ പറയുന്നൊരു ലൈനുണ്ട്, ഷെയിം ഈസ് ഗ്രേറ്റർ ദാൻ ഗിൽട്ട്. അത് ഇന്ത്യയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു ഇഷ്യൂ ആണ്. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല കേസുകളിലും ഇത്തരം കേസുകൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇൻഡെപ്തായിട്ട് ഇറങ്ങിപ്പോൾ ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നിങ്ങൾക്ക് ഇൻഡെപ്തായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റൂട്ട് കോസ് എവിടെയാണ് കിടക്കുന്നത്. ഈ ഇത്രയും വലിയ ഇൻസിഡന്റ് ഉണ്ടാവാത്ത സമയത്ത് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുമല്ലോ, ജസ്റ്റ് ഒരു ഇപ്പം ഇത്ര ലക്ഷം പോകുന്നു അങ്ങനത്തെ സാധനങ്ങൾ, എനിക്ക് ഷെയിം ആണ് നമ്മൾക്ക് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒരു കാര്യം പുറത്ത് പറയാതിരിക്കുന്നത്, അതിൽ ഡയലോഗ് പെട്ടെന്ന് അത് ഓർമ്മ വന്നേ. ശരിക്കും ഓൺലൈൻ തട്ടിപ്പിൽ നമ്മൾ പറ്റിക്കപ്പെടുകയാണ്, നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല, നമ്മൾ പറ്റിക്കപ്പെട്ടു പോയി എന്നാ. പക്ഷെ അതിനെപ്പറ്റി പുറത്ത് പറയാൻ തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നതിനകത്ത് ട്രിഗർ പോയിന്റുകൾ വേറെ പലതുമാണ്, മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് നമ്മുടെ ഫോൺ നമ്മളെ ഒരു മനസാക്ഷി പോലെ ആയല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ഉപയോഗിക്കുക, നമുക്കെതിരെ തന്നെ നമുക്കിത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ യെസ്, വി ആർ ഓൾ ട്രാവലിംഗ് വിത്ത് ദ ബിഗസ്റ്റ് പൈ ഇൻ അവർ പോക്കറ്റ്സ് എന്ന് പറയുന്നത് സത്യമാണ്. കാരണം നമുക്ക് ഇപ്പോൾ പലരും ഇത് കണ്ടിറങ്ങിയ പല ആളുകളും എന്നോട് വിളിച്ച് പറഞ്ഞത്, ചിലർ രാത്രി കിടക്കാനിരിക്കുന്ന സമയത്ത് മൊബൈൽ നോക്കിയിട്ട് കുറേ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് നോക്കി, ഇതിനകത്ത് ഞാൻ എന്തൊക്കെ പെർമിഷൻസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ആ ആപ്ലിക്കേഷൻസ് ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, പിന്നെ പെർമിഷൻസ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ സ്കൂൾ കുട്ടികൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ലാപ്ടോപ്പ് എപ്പോഴും തുറന്നിരിക്കുമായിരുന്നു, അത് വീട്ടിൽ വന്ന ഉടനെ തന്നെ അടച്ചു വെച്ചു കേട്ടോ എന്ന് പറഞ്ഞു. ചിലർ ലാപ്ടോപ്പിൻ്റെ ക്യാമറയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. അങ്ങനെ അപ്പോൾ അതൊരു ടേക്ക് അവേ ആണ്, ഈ പടം കണ്ട് ഇറങ്ങുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ടേക്ക് അവേ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മഹേഷ് നാരായണൻ്റെ സിനിമകൾ കാണുന്ന സമയത്ത് ഇപ്പോൾ ടേക്ക് ഓഫ്, മാലിക്, സി യു സൂൺ, അറിയിപ്പ്, ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ എനിക്ക് എസ് ഹരീഷിൻ്റെ കഥകൾ വായിക്കുമ്പോൾ തോന്നുന്നൊരു ഫീല്, അതായത് എസ് ഹരീഷിൻ്റെ ചില ഷോർട്ട് സ്റ്റോറീസ് വായിക്കുന്ന സമയത്ത് ഫെമിലിയർ ആണ്, നമുക്കറിയാത്ത ലോകമല്ല, പക്ഷെ ഞങ്ങൾക്ക് മുൻപിൽ ആരും ഈ ലോകത്ത് ഇങ്ങനെ വരച്ച് കാണിച്ചിട്ടില്ല, അങ്ങനെ ഒരു തോന്നലാണ് എനിക്ക്. അങ്ങനെയാണ് മഹേഷ് നാരായണൻ്റെ സിനിമകൾ അപ്പോൾ നിങ്ങളൊരു സിനിമ ചെയ്യാൻ താങ്കൾ തീരുമാനിക്കുന്ന സമയത്തേ ആ ഒരു തോട്ട് മനസ്സിലേക്ക് വരാറുണ്ട്. അതായത് ആളുകൾക്ക് കാണുന്ന സമയത്ത് ഇത് കണക്റ്റ് ആവണം, അവർക്കത് അറിയാത്തൊരു ഔട്ട് ഓഫ് ദി വേൾഡ് സംഭവമായിരിക്കരുത്, പക്ഷെ അതിനകത്ത് ഞാനായിട്ട് കൊണ്ടുവരുന്ന ഒരു വലിയ പുതുമ ഉണ്ടായിരിക്കണം, അത് കഥാപാത്രങ്ങളിലും. ഇത് വളരെ നിർബന്ധമാണോ മഹേഷ് നാരായണന്? അല്ല, എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ട് കഥ പറഞ്ഞില്ലെങ്കിൽ കാര്യമില്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ എത്ര വലിയ ഗ്ലോബൽ വിഷയം പറഞ്ഞാലും
ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മൾ കഥ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇപ്പം ഒരുപാട് പേര് ആദ്യം ഈ വിഷയം ഞാൻ ചൂസ് ചെയ്ത സമയത്ത് ജേർണലിസ്റ്റുകളായിട്ടുള്ള സുഹൃത്തുക്കൾ എന്നെ ചോദിച്ചു ഇതെങ്ങനെ മനസ്സിലാവും ആളുകൾക്ക് എന്ന് ചോദിച്ച ആളുകളുണ്ട്. അപ്പം അത് മനസ്സിലാക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പടത്തിനകത്ത്. കാരണം അതല്ല പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്, അത് വേറെ പ്രശ്നങ്ങളാണ്, അതെനിക്ക് മനസ്സിലായി പിന്നീട്. പക്ഷേ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഇപ്പോൾ ഇതിനകത്ത് ഒരു എക്സ് മിനിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബേസിക്കലി അവരെന്താ പറയുന്നത്, അവർ കുറച്ച് ഒപ്പോസ് ചെയ്ത് നിന്ന ഒരു സംഭവം, അവരുടെ തന്നെ ഗ്രൂപ്പിലകത്തെ ആളുകൾക്കെതിരെ നിന്ന ഒരു വോയിസ്, അവർക്കത് സംസാരിക്കാൻ പറ്റുന്നതിന് മുമ്പേ അവർ സൈലൻസ്ഡായി. പിന്നീട് ഇതൊരു IT ഫേമിലുള്ള സാധാരണ ടെക് സപ്പോർട്ടൊക്കെ ആയിട്ട് ചെയ്യുന്നിരിക്കുന്ന ഒരു ഡാറ്റ അനലിസ്റ്റിന് സംഭവിക്കുന്ന ഒരു ഡെലമ, അവർക്കത് പറയണമെന്നൊന്നി അവരും സൈലൻസ്ഡായി. ഇനിയൊരാളും കൂടെ സൈലൻസ്ഡ് ആവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ പടം പറഞ്ഞിരിക്കുന്നത്. ആ ആള് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത, ഇതിനെക്കുറിച്ചൊന്നും അവെയർ അല്ലാത്ത, ഈ ഷെയിം ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഈ നാണക്കേടിൻ്റെ ഈ അപമാനം ഏറ്റവും കൂടുതൽ എന്താ പറയുക, അതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മൈനറായിട്ടുള്ള പെൺകുട്ടി തീരുമാനിക്കുകയാണ് എനിക്ക് ഈ ഷെയിമിനെ ഞാനങ്ങ് ഷ്രെഡ് ചെയ്ത് കളയാണ്, എനിക്ക് ഒഴിവാക്കാൻ പോവാണ്, എന്താണെന്ന് വെച്ചാൽ സംഭവിച്ചോട്ടെ ഞാനിതിനെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അങ്ങനെ നിൽക്കുമ്പോഴാണല്ലോ അതിനൊരു പൂർണ്ണത ഉണ്ടാകുന്നത്. കാരണം ഇത്രയും വലിയൊരു ടെക് ജയൻ്റ് മുമ്പിൽ നിൽക്കുന്നു. കാരണം നമ്മളിപ്പോൾ ഞാൻ വായിച്ച പല കേസ് സ്റ്റഡീസിനകത്ത്, നിങ്ങൾ തന്നെ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പല കേസ് സ്റ്റഡീസും നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മൂലകാരണമായിട്ട് വന്നിരിക്കുന്ന റീസൺ എന്ന് പറയുന്നത് ഒരു വലിയ കമ്പനിയാണ്. ആ കമ്പനിയുടെയൊക്കെ ആൾക്കാരെ തൊടാൻ പോലും പറ്റില്ല. കാരണം അവരുടെയൊക്കെ പരസ്യങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡെയിലി. നമ്മുടെ പല സെലിബ്രിറ്റീസും അതിനെ എൻഡോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനൊരു വിക്ടിം ഇവർക്കെതിരെ നിൽക്കുന്ന സമയത്ത് ആ വിക്ടിമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കോസാണ്. അങ്ങനെയാണ് ഞാനിതിനെ കണ്ടത്. ഇപ്പം ഈ സിനിമയിലെ ക്ലൈമാക്സ് സീനിനെയും അതിൻ്റെ ഒരു ഫൈറ്റിനെയും പറ്റിയിട്ടാണ് ഒരുപാട് വിമർശനങ്ങൾ വന്നത്. അപ്പം അതുവരെ സിനിമ ഒരു പാത്തിൽ സഞ്ചരിക്കുകയും അതിൻ്റെതായിട്ടുള്ള ഒരു പേസ് ഉണ്ടാവുകയൊക്കെ ചെയ്ത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ആ ലാസ്റ്റ് ഫൈറ്റ് സീനും ചേസും ഫഹദിന്റെ ക്യാരക്ടറിന് സംഭവിക്കുന്ന ആ ഒരു സംഭവം, അത് പെട്ടെന്ന് എങ്ങനെയാണ് സംഭവിച്ചത്? എന്തുകൊണ്ട് ആ ആക്ഷൻ സീൻ അങ്ങനെ കൺസീവ് ചെയ്തു? അല്ലെങ്കിൽ ആ സ്പേസിലൊരു എന്താ പറയുക, ബാക്കി എല്ലാ സ്ഥലത്തും പലതരത്തിലുള്ള പവറിൻ്റെ ഇൻ്റർവെൻഷൻസ് കാണിക്കുന്നു. അപ്പം ഒരു ടെക് കമ്പനി, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ ടെക് കമ്പനീൻ്റെ അവിടെ ഇത്രയും വലിയൊരു അറ്റാക്ക് ജനങ്ങൾ നടത്തുമ്പോൾ അവിടെ ഒരു പോലീസും ഇൻ്റർവെൻഷനും ഉണ്ടാവില്ലേ? കുറേ ചോദ്യങ്ങൾ. പക്ഷേ ഞാൻ പറയുന്നത് ഒരു വലിയ പബ്ലിക് റെസിസ്റ്റൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കാരണം അയാളുടെ അച്ഛൻ സൈലൻസ്ഡ് ആയി. ഓക്കെ. പിന്നെ അയാൾക്ക് വോയിസ് ഇല്ല. അച്ഛൻ പവറിലുള്ള സമയത്താണ് അയാൾക്ക് ഉണ്ടാവുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു വലിയ റെസിസ്റ്റൻസ്. ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് പല കേസുകളും, കേരളത്തിൽ കണ്ടിട്ടില്ല, പക്ഷെ ഡൽഹിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സത്യത്തിൻ്റെയൊക്കെ കേസ് നടക്കുന്ന സമയത്ത് പബ്ലിക് റെസിസ്റ്റൻസ് അതുപോലെ ഉണ്ടായിരുന്നു. ഈ വ്യാപം സ്കാമിൻ്റെ സമയത്ത് എത്രയോ വിക്ടിംസിനാണ് സൈലൻസ് ചെയ്തിരിക്കുന്നത്. ആ സമയത്തും റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതിന് നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾക്കെന്തോ കൺവീനിയൻസ് ആണ്, ഇതൊന്നും നമ്മൾ സിനിമയിൽ കാണിക്കാൻ പാടില്ല, ഇത്തരം സാധനങ്ങൾ നമ്മൾ അറിയാൻ പാടില്ല എന്നുള്ളൊരു കൺവീനിയൻസ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടതാണ്, എവിഡൻസ് ഗ്യാദർ ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിഡൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കോർട്ടിൽ നമുക്കൊരു ഇത് വരത്തുള്ളൂ. അത് നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പം നമ്മളല്ലാതെ ലോജിക് ഇല്ലാത്തൊരു സിനിമ പോലെ നമുക്ക് എല്ലാവരും തല്ലി അടിച്ച് തീർത്തു എന്ന് പറയുന്ന പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഇതൊരു പബ്ലിക് ഒരു കേസായിട്ട് വരണമെങ്കിൽ ഒരു കേസുണ്ട്. ആ കേസ് നടത്തിയിരിക്കുന്ന എന്താണ്, ഒരു നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു വലിയ ഇത്രയും വലിയൊരു ടെക്കിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് ഒരു ചെറിയ സ്കൂൾ കുട്ടിയുടെ കേസാണ് വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരു പോയിന്റ് കഴിഞ്ഞിട്ട്. കാരണം അത് പബ്ലിക് റെസിസ്റ്റൻസ് ഉണ്ടാവുകയാണ്. ആ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയധികം ലാപ്ടോപ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് കഥാപരമായിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ല, എൻഡിൽ ആ ഒരു ചേസ് സീൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു കൺസീവ് ചെയ്തതിനെ പറ്റിയിട്ടാണ് വിമർശനം. ലൈക്ക് ആ ഒരു ബൈക്സ് വരുന്നതും കാർ ആളുകൾക്ക് അത് ബേസിക്കലി എക്സ്പ്ലോസീവ്സ് ആണ്. എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ സ്പാർക്കാണ് വന്നത്. അത് ആൾക്കാർക്ക് തെറ്റായ ധാരണ ഉണ്ടാക്കുന്നത് നമുക്ക് എന്ത് ചെയ്യും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് അതിന്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇതിനകത്ത് നയൻതാരയുടെ ഒരു കഥാപാത്രം വരുന്നു. രേവതിയുടെ ചെറിയ വേഷം ആണെങ്കിൽ, സ്ക്രീൻ ടൈം ചെറുതാണെങ്കിൽ അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും തോന്നിയത് അവർക്ക് എല്ലാവർക്കും അവരുടെ അഭിനയത്തിന്റെ ഒരു ഇതുകൊണ്ട് അവർക്കൊരു
സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നയൻതാരയുടെ ആ ഷോട്ട് ഇങ്ങോട്ട് ലതിക അവിടെ ഇരിക്കുന്നു പറഞ്ഞുള്ള ഷോട്ട് വരുമ്പോഴേ അവർ ഏതോ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെന്നുള്ള ഫീൽ ഉണ്ട്. പക്ഷെ മേ ബി ഇപ്പൊ നയൻതാരെ പോലെ ഒരാൾ വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാകുമായിരുന്നു എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ആളുകൾക്ക് വരുന്നുണ്ട്. മറ്റൊരാളായിരുന്നെങ്കിൽ ഒരു പക്ഷെ അത്രയ്ക്കും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യില്ലായിരിക്കും. പക്ഷെ ദർശനയ്ക്ക് അതേപോലെ, ദർശനയ്ക്ക് അത്യാവശ്യം ഇതുണ്ട്. സെറിൻ ജിയാബിനും കുറച്ച് സമയം ഉണ്ടായിരുന്നു, പിന്നീട് അവർക്ക് എൻഡിലേക്ക് വന്നപ്പോൾ അവരായിട്ട് ചെയ്യുന്ന ആക്ടുകളൊന്നും, കാരണം അവർ പിന്നീട് ഓഡിയൻസ് ആയിട്ട് മാറുകയാണ്. കാരണം അവർക്ക് അറിയില്ല, അവർക്ക് കാരണം വൺസ് കഥ ഇന്ത്യയിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഡാനിയൽ എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർക്കറിയാവുന്ന ഡാനിയൽ UK വന്ന ശേഷമുള്ള ഡാനിയലിനെ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. ഇന്ത്യയിലുള്ള ഡാനിയലിനെ അറിയണമെങ്കിൽ മറ്റുള്ളവർക്ക് അറിയത്തുള്ളൂ. ഇപ്പൊ നയൻതാരേന് കുറച്ചും കൂടെ ലൈക്ക് ആക്ച്വലി സീൻസ് ഉണ്ടായിരുന്നോ എഡിറ്റർ ഇത്രയും തന്നെയായിരുന്നു. കാരണം പ്ലോട്ടിന്റെ കൂടെ തന്നെയുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ചില സമയത്ത് ചില ആൾക്കാർ നമ്മളോട് ചോദിക്കുമല്ലോ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ പറയാം എന്ന് പറയുന്ന സമയത്ത് അവരും വില്ലിംഗ് ആയിട്ട് വന്നതാണ്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇത്രയും മതി, ഇത്രയുമുള്ള ഒരു ക്യാരക്ടർ അവർക്ക് ആ ഒരു സ്പേസിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ് അവർ വന്നത്. ഓക്കെ, മഹേഷ് നാരായൺ സിനിമകളിലൊക്കെ ഉള്ള പ്രണയവും അല്ലെങ്കിൽ അതിനകത്തുള്ള ആളുകളെ പ്രസന്റ് ചെയ്യുന്ന രീതി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നലുണ്ട്. ഇപ്പം സിയുസിനുള്ള അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ആയിക്കോട്ടെ, മാലിക്കില് അവർ രണ്ടുപേരും തമ്മിലുള്ളത്, നിമിഷയും ഫഹദിന്റെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു പ്രണയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അറിയിപ്പില് പ്രണയത്തെക്കാൾ അവരൊരു ദാമ്പത്യത്തിന്റെ പല രീതികളിലേക്ക് കടന്നു കഴിഞ്ഞു. ടേക്ക് ഓഫില് വേറൊരു വേർഷൻ കാണിക്കുന്നുണ്ട്. ഭയങ്കര കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്ന ഈ കഥാപാത്രങ്ങൾ തമ്മിൽ പ്രേമിക്കാൻ ഒരു സമയമൊന്നും കൊടുക്കാത്ത രീതിയിലുള്ളത് കാണും. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് സ്ക്രീനിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളുടെ സിനിമകളിലെ പ്രണയം അങ്ങനെ വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മഹേഷ് നാരായണൻ പക്ഷെ നിങ്ങൾ പറയുന്ന കഥയിൽ എപ്പോഴും അപ്പുറത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. മഹേഷ് നാരായണൻ എങ്ങനെയാണ് ഈ സിനിമകളിലെ ഒരു റൊമാൻറ്റിക് സീനെ കൺസിഡർ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ദിവ്യപ്രഭയുടെ പോസ്റ്റ് വായിച്ചിരുന്നു, അതിനകത്തൊരു ഇന്റിമസി കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്തതിനൊക്കെ പറ്റിയിട്ട്. മഹേഷ് നാരായണൻ എങ്ങനെയാണ് ഈ പ്രണയ ജോഡികളെയൊക്കെ ഇത്രയും കോൺഫ്ലിക്റ്റ്? അങ്ങനെ പ്രണയം ഇപ്പം ഇതിനകത്ത് പലതും ഇപ്പം മൈക്കിൾ ഒരു കുറച്ചുകൂടെ വെറ്റിലേക്ക് വരുമ്പം മൈക്കിൾ കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആണ്. അയാൾ വേറൊരു ഒരു ചെറിയൊരു മാരേജിൻ്റെ ഒരു എൻഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനിടയിലുണ്ടായിരിക്കുന്ന റിലേഷൻഷിപ്പാണിത്. പക്ഷെ എന്നാലും ഇവർക്ക് എല്ലാവർക്കും ഒരു ഡെലമയുണ്ട്. ആ ഡെലമ എന്ന് പറയുന്നത് കോസിനോടുള്ള ഡെലമയാണ്. അതിനകത്ത് നിൽക്കുന്ന ഇപ്പം നമ്മളും ഇതിനകത്ത് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പം ഡാനിയലാണ് ഇയാളുടെ ലൈഫ് കാണുന്നത്. ആ ലൈഫ് കാണുന്നതും അയാളുടെ ഒരു സ്ത്രീയുടെ ഫോണിലൂടെയാണ്. മൈക്കിളിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ജ്യോതിയുടെ ഫോണിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അറിയുന്നത്. അപ്പം ആ ഫോണിൽ കാണുന്ന ചില മൊമെന്റ്സ് മാത്രമാണ് നമ്മൾ സിനിമയിലൂടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ മൊത്തമായിട്ടും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്ത് അവരുടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അവരുടെ എന്താ പറയുന്നത്, അവരുടെ ലൈഫിൻ്റെ ചില ഗ്ലിംസസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലുള്ള പ്ലോട്ടിന് ആവശ്യമായിട്ടുള്ള, കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള വഴിത്തിരിവുകളുണ്ട്. ഇതാണ് ഞാനെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഞാനൊരിക്കലും കഥ വിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ആ കഥയിൽ തന്നെ നിന്ന് വർക്ക് ചെയ്യണം, ആ കഥയുടെ ഫോക്കസിൽ നിന്ന് മാറരുത് എന്ന് പറഞ്ഞ് തന്നെ ആ നിഷ്കർഷയോടുകൂടി തന്നെ പോകുന്നൊരു വ്യക്തിയാണ്. അത് തന്നെയാണ് ഇപ്പം ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഡാനിയലും ഐഷയും തമ്മിലുള്ളത്. അപ്പം അതും ഒരു പരിധിവരെ, കാരണം പുള്ളി ഒരു അസൈലം സീക്കിയിരിക്കുകയാണ്. അവിടെ വേറെ ആരും ഇല്ല പുള്ളിക്ക്. അപ്പം ആ സ്ഥലത്ത് പുള്ളിക്ക് പുള്ളിയുടെ കൂടെ നിന്ന ഒരാളെന്ന് പറയുന്നത് ഇവർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിലാണ്. ഇപ്പം ഈ സിനിമയെ പറ്റിയിട്ട് ഇപ്പം നമ്മൾ പല ആസ്പെക്റ്റുകൾ ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ ടീം എന്നുള്ള രീതിക്ക് സ്വാഭാവികമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ സിനിമയുടെ റിലീസിന് ശേഷം. അപ്പം ആസ് എ ടീം നിങ്ങളുടെ എന്താണ്, നിങ്ങളെങ്ങനെയാ ഇപ്പം മമ്മൂട്ടി ആയിക്കോട്ടെ മറ്റ് ആളുകളായിക്കോട്ടെ നിങ്ങളുടെ റിസപ്ഷൻ എങ്ങനെയാണ്? ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ റഹീമിൻ്റെ കൾമിനേഷൻ പാർട്ടാണ്. അത് ഭയങ്കര എന്തോ ഒരു വല്ലായ്മ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ലാൽ സാറുമായിട്ട് സംസാരിച്ചു രാവിലെ. അപ്പോൾ സാർ തിരിച്ചെത്തി. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അമേരിക്ക വെച്ച് പടം കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്ന് പുള്ളി പറഞ്ഞു. അപ്പം എനിക്കത് തന്നെയാണല്ലോ അത് ഉണ്ടാവേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ മറ്റ് സംഭവങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു പടമല്ലല്ലോ ഇത്. കുറച്ചുകൂടെ പ്ലോട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ വരുന്ന സമയത്ത് അതിൻ്റെ റൂട്ട് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ സംസാരിച്ച ഇത്തരം ഒന്നും ആളുകൾ സംസാരിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഈ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയണം എന്നുള്ള ആഗ്രഹം പോലും ഇല്ല. കാരണം വെറും കെയർ എന്നുള്ള ലെവലിലേക്കായിരിക്കും ചിലപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കാരണം ചിലപ്പോൾ മറ്റ് രീതിയിലുള്ള സംഭവങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷേ
കുറച്ചുകൂടെയൊക്കെ എനിക്ക് സമയം എടുക്കുമായിരിക്കും ഒന്ന് എൻ്റെ സിനിമകളെല്ലാം കുറച്ച് സമയം എടുത്തിട്ടാണ് കയറാറുള്ളത്. ഓക്കെ, പക്ഷെ ഫസ്റ്റ് വേർഡ് അങ്ങനെയായിരുന്നു, ടേക്ക് ഓഫ് വൺ ഹിറ്റ് ആയിരുന്നു. ഇപ്പൊ നവാൽനിനെ പറ്റിയിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ അപ്പം മഹേഷ് നാരായണൻ ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഇപ്പം അതിനകത്ത് ആ സ്പ്രേ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുന്നത് നവാൽനി ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു അതിനകത്ത് കാണിക്കുന്ന മറ്റ് പല സാധനങ്ങളും പല ഇതായിട്ടുണ്ട്. അപ്പം ഇത്രയും വലിയൊരു സംഭവത്തെ എടുക്കുന്ന സമയത്ത് ഒരു റിസർച്ച് പീരീഡ് എന്നൊക്കെ പറയുന്നത് ഈ സിനിമയ്ക്ക് എത്രത്തോളം എടുത്തിട്ടുണ്ടാവും? കുറച്ച് കാണുമ്പോൾ അറിയാമല്ലോ, കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും, കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും. ടീം ഉണ്ടായിരുന്നു? അല്ലല്ല, കൂടുതലും ഒറ്റയ്ക്കും. പിന്നെ ഉണ്ട് 2-3 ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് സംഭവം നടക്കുന്നതൊക്കെ അറിയിക്കാനൊക്കെ ആയിട്ട് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഓഫീസുകളിലേക്കൊക്കെ ഉള്ള, ഇപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ് ഡാനിയലിൻ്റെ ഓഫീസായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഒറിജിനൽ സ്ഥലം ചില ആളുകൾ നമ്മളോട് പറയും, ഇങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസ് അവിടെ നടക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ കുഞ്ചാക്കോബൻ്റെ ക്യാരക്ടറിനെ പറ്റിയും കൂടെ ചോദിക്കുകയാണത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ ഈ പറഞ്ഞതുപോലെ സിറ്റുവേഷൻസിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരാളാണ്. അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ കോംപ്ലക്സിറ്റീസ് മുഴുവൻ നമ്മൾ ഇപ്പം ഞാനത് സിനിമ കണ്ടതിന് ശേഷമാണ് കുറച്ചും കൂടി ഇരുന്ന് ആലോചിച്ചത്. ലൈക്ക് ആളുടെ ഒരു മാരേജ് ലൈഫ് അങ്ങനെയാണ്, ആള് ഫ്രണ്ടിന്റെ കൂടെ വേറൊരു സ്പേസിൽ നിന്ന് ഇറങ്ങി പോരുകയാണ്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതിനെ പറ്റി ഒരുപാട് അറിവുള്ളത് കൊണ്ട് തന്നെ ആൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആൾ ഈ കോർപ്പറേറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുണ്ട്, ഒരുപാട് കോംപ്ലക്സിറ്റി. അപ്പം അത് കുറച്ചും പിന്നീട് ആലോചിക്കുമ്പോഴാണ് കിട്ടുന്നത് മൂപ്പര് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കര ഇതാണെന്ന് പറയുന്നത്. പക്ഷെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്രയും അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് അങ്ങോട്ട് മൊത്തത്തിൽ കിട്ടുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കുഞ്ചാക്കോബന്റെ മൈക്കിളിന് ലൈക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു കോംപ്ലക്സിറ്റീസ് ഒക്കെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ ഇച്ചിരി സമയം കൊടുക്കാമായിരുന്നു എന്ന് അല്ല, എനിക്ക് തോന്നിയത് ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ. കാരണം അത് നമ്മളിപ്പോഴും ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ രസിച്ചയുടെ ഒരിക്കലും മാറാൻ പാടില്ല. പ്ലോട്ടിന്റെ കൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. കാരണം ഒരു ത്രില്ലറായിട്ടാണ് പടം എഴുതിയിരിക്കുന്നത്. ഒരു പോയിന്റിൽ തുടങ്ങുന്ന ഡാനിയലിന്റെ ഓട്ടം തീരുന്നത് അങ്ങ് അറ്റത്താണ്. ആ ഒരു ത്രെഡ് നമ്മൾ ഒരിക്കലും മുറിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയൊക്കെ ടേക്ക് അവേ ആണ്. ബാക്കിയൊക്കെ നമ്മൾ പിന്നീട് നമുക്ക് ആലോചിച്ച് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളായിട്ട് തന്നെയാണ് എപ്പോഴും മനസ്സിലാകുന്നത്. പിന്നെ എല്ലാ സിനിമകളിലും ഫഹദ് ഫാസിലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേഷം കൊടുക്കുന്നുണ്ടല്ലോ. ആദ്യത്തെ സിനിമ തൊട്ട് എല്ലായിടത്തും ഫഹദ് ഫാസിലുണ്ട്. അദ്ദേഹത്തിലേക്ക് തന്നെ ഇങ്ങനെ അല്ല, ഞാൻ ഫഹദിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ക്യാരക്ടർ അല്ല. ഇപ്പം ടേക്ക് ഓഫിലെ ക്യാരക്ടർ അല്ല മാലിക്കിലെ അല്ല സിയൂസൂണിലെ അല്ല മലയും കുഞ്ഞിലെ ഇതിലെ എല്ലാം വേറെ വേറെയാണ്. അപ്പം എനിക്ക് ഫഹദിലെ ഒരു കുറെ കൂടെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ചൈൽഡ്ഹുഡ് ഉള്ള ഒരു വ്യക്തി, ട്രബിൾഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. അയാൾക്ക് കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അത് അവസാനത്തെ ഒരു ഔട്ട് ബേസ്റ്റാണ് ലാസ്റ്റ് ഉണ്ടാവുന്നത്. പക്ഷെ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നൊക്കെയുള്ള റീസൺ, ബാക്ക് സ്റ്റോറിയൊക്കെ നമുക്ക് എല്ലാം ബാക്ക് സ്റ്റോറി പറയണമെന്നില്ലല്ലോ, ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ തോന്നുന്നു. പേട്രിയറ്റിന്റെ ഒരു സ്റ്റോറി ലൈനിൽ ചോദിക്കാനുള്ളത്, ഇപ്പം മമ്മൂട്ടിയുടെ ഡാനിയൽ ഉണ്ടല്ലോ, അപ്പൊ ഡാനിയലിലേക്ക് മമ്മൂട്ടി എത്തുന്നത് ഏതൊരു സമയത്ത് അതെന്ന് അറിയാൻ? സ്ക്രിപ്റ്റ് മൊത്തം തീർന്ന് ഒരു ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞിട്ട്, ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരു ഡ്രാഫ്റ്റ്, അതിനകത്ത് ചിലപ്പോൾ മുഴുവൻ ഡയലോഗൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഇത് ആരോട് പറയാം എന്നുള്ളൊരു ആശയത്തിലാണ് നമ്മളിപ്പം. എന്നിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് ഇത് എന്ത് തരത്തിൽ, കാരണം ഏജ് ഉണ്ട് ക്യാരക്ടറിന്, അങ്ങനെയാണ് മമ്മൂക്കയിലേക്ക് സംസാരിക്കുക, അങ്ങനെയാണ് മമ്മൂക്കയിലോട്ട് പോയിട്ട് സംസാരിക്കുന്നത് ഈ കഥ. അപ്പം ആദ്യത്തെ നറേഷൻ തന്നെ അദ്ദേഹം പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്കെയിലാണ്. കാരണം ബഡ്ജറ്റാണല്ലോ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഞാൻ സ്ഥിരമായിട്ടൊരു കൺവെൻഷണൽ പടം ചെയ്യുന്നൊരു ഡയറക്ടറല്ല. ഇപ്പോൾ ഒരു ടെംപ്ലേറ്റ് പടം ചെയ്യുന്ന ഡയറക്ടർക്ക് ചിലപ്പം ഇത്രയും ബഡ്ജറ്റ് കിട്ടാൻ എളുപ്പമായിരിക്കും, എനിക്ക് എളുപ്പമല്ല. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കിട്ടുക. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്, അത് കിട്ടാനായിട്ടുള്ളൊരു സ്ട്രഗിളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം എൻ്റെ തന്നെ നിർമ്മാതാവ് ആണ്, ഇതിനു മുമ്പും ടേക്ക് ഓഫിൻ്റെയും മാലിക്കിൻ്റെയും നിർമ്മാതാവാണ് ആൻഡ്രൂ ജോസഫ്. അദ്ദേഹമാണ് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് മൗണ്ട് ചെയ്യാം, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, ഇതിനകത്ത് ഷെയർ ചെയ്തെടുക്കാം, കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിനകത്ത് ഇപ്പം ഞാൻ ഈ തിയേറ്റർ റെസ്പോൺസസ് വന്നല്ലോ പടം ഇറങ്ങിയ ശേഷം. അപ്പം അതിനകത്ത് കുറച്ചെണ്ണത്തിൽ ആൾക്കാർ, അത് നിങ്ങളുടെ ടീമിനോടും കൂടിയുള്ള അഭിനന്ദനമാണ്. കുറേ ആൾക്കാർ പറഞ്ഞത് ഇങ്ങനത്തെ സിനിമ മലയാളത്തിൽ വരാൻ, ഈ വലിയ സ്കെയിലിൽ ചിന്തിക്കുന്നതിൽ, കാരണം എല്ലാ ടൈപ്പ് കണ്ടന്റും വരുന്നൊരു ഇതാണ്. നമുക്കങ്ങനെ റോണറുകളോട് പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന റോണറെ കാണുമെന്നുള്ളൊരു ഓഡിയൻസും അല്ല. പക്ഷെ സ്കെയിലാണ് എപ്പോഴും മലയാള സിനിമയിൽ ചിലപ്പോഴൊക്കെ. പക്ഷെ നമ്മൾ പിന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മൈഡിയർ കുട്ടിച്ചാതൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കി എല്ലാ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ സ്കെയിലിൽ ചിന്തിക്കുമ്പോൾ എപ്പോഴും
എവിടെയോ ഒരു ചെറുതാക്കി എടുക്കുക എന്നുള്ളൊരു ഫീൽ ഉണ്ട്. പക്ഷെ ഇത് അതിനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം ഒരുപാട് പേര് പറഞ്ഞു കേട്ടു. ഇപ്പൊ പേട്രിയറ്റിന്റെ മഹേഷ് നാരായണൻ ഹോൾ ടീമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു റെസ്പോൺസ് ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളൊരു ഗോൾ അച്ചീവ് ചെയ്ത ഒരു ഫീൽ ഉണ്ടോ? സ്കെയില് മാത്രം നമ്മളിപ്പോൾ അൾട്ടിമേറ്റ്ലി പടം ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയാം, എനിക്ക് ഇതിനകത്ത് മനസ്സിലായത് സ്റ്റാർസിൻ്റെ ഒരു സ്റ്റാർഡത്തിൻ്റെ ഒരു പവർ മാത്രമല്ലാതെ അവരെ ആ താരത്തിൻ്റെ നിന്ന് മാറി അവർക്ക് പെർഫോമൻസ് ആയിട്ടും കൂടെ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ആൾക്കാരിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറേ കൂടെയൊക്കെ വേറെ തരത്തിലുള്ള സിനിമകൾ നമുക്ക് സ്കെയിൽ കൂടി കണ്ടന്റും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പം ഈ സ്കെയിൽ കൂടിയ പടങ്ങൾക്ക് ആൾക്കാർക്ക് വിചാരിക്കുന്ന എന്താണ്, ഇതിനകത്ത് മാസ് സിറ്റുവേഷൻസ് കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കും. എല്ലാം എല്ലാത്തിനും ഒരു ബ്ലെൻഡ് ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ റിയൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. രാത്രിമഴയാണല്ലോ ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യുന്ന സിനിമ. അപ്പം ആ സിനിമ തൊട്ട് അവാർഡുകൾ ഒരുപാട് ആ സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഹിറ്റ്സ് ചെയ്യുമ്പോഴും ഇപ്പം പിന്നീട് ഡയറക്ഷനിലേക്ക് വന്ന സമയത്തും ഒരുപാട് അവാർഡുകൾ മഹേഷ് നാരായണന്റെ സിനിമകളെ തേടി വരുന്നുണ്ട്. എങ്ങനെയാണ് അവാർഡ്സിനെ കാണുന്നത്? കാരണം എല്ലാ ഘട്ടത്തിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ക്രാഫ്റ്റ് നമ്മൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു സിനിമ പോലെ ആവരുത്. ഇപ്പം അറിയിപ്പ് എൻ്റെ ട്രെയിലറും പീറ്ററിൻ്റെ ട്രെയിലറും വെച്ചിട്ട് രണ്ടും ഒരാളാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വിശ്വസിക്കില്ല. ഞാൻ അങ്ങനെ കാണാറുള്ളൂ. ഒരു സിനിമ പോലെ അവർ അടുത്ത സിനിമ, ഇനി ചെയ്യാൻ പോകുന്ന സിനിമയും വേറെ എന്തെങ്കിലും ആയിരിക്കണം എന്നുള്ള ലെവലിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ. താങ്ക് യു.